വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ വേണ്ടി പോണത് HR വേക്കൻസീസ് ആണ് കേട്ടോ. അതായത് ഇൻഫോ പാർക്കിൽ വരുന്ന അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ വരുന്ന HR വരുന്ന കുറച്ച് വാക്കൻസീസ്, കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതായത് ഏതൊക്കെ വാക്കൻസീസ് ആണോ ആ വാക്കൻസിയുടെ ഹെഡ്ലൈൻ മാത്രമേ വായിക്കുള്ളൂ, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലാണോ വാക്കൻസി വരുന്നത് അത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വാക്കൻസി ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ വാക്കൻസി ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്കൻസിയുടെ A to Z ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ HR എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എന്തുണ്ട് സീനിയർ HR വാക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഒരു കമൻ്റായിട്ട് HR എക്സിക്യൂട്ടീവിന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. അതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടുത്ത കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏതാണോ ഒരു ഇത് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സീനിയർ HR വാക്കൻസി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യണം. എല്ലാം നിങ്ങൾ മിക്സപ്പായിട്ട് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം റിപ്ലൈ തന്നാൽ നിങ്ങളുടെ കമൻറ്റ് ബാക്കി എല്ലാവരുടെയും കമൻറ്റിൽ മിക്സപ്പായി കിടക്കും. അപ്പം എനിക്ക് നിങ്ങളെന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരാനോ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത്, എല്ലാവരോടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചു. കഴിഞ്ഞാൽ ഒരു ചാറ്റ് നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പിന്നെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത്ര വേർഡ്സേ കവറപ്പ് ആവുള്ളൂ എന്നൊക്കെ ഉണ്ട്, അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റിൻ്റെ വാക്കൻസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് വരുന്നത് ഒരു 12ഓളം വാക്കൻസീസ് ആണ് HR പോസ്റ്റിലോട്ട് വരുന്നത്. അതായത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും വരുന്ന ഒരു 12 വാക്കൻസീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പം വെറും ഹെഡ്ലൈൻ മാത്രമാണ് വായിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കമൻറ്റ് ത്രൂ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക, ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേക്കും തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരോ ചാൻസും കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ജോബിനും അപ്ലൈ ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു പോസ്റ്റാണ് HR റിക്രൂട്ടറിൻ്റെ ഒരു പോസ്റ്റാണ് വരുന്നത് കേട്ടോ. ഈ ഒരു റിക്രൂട്ടറിൻ്റെ പോസ്റ്റ് വരുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്താണ്. ആദ്യം പറയുന്ന പോസ്റ്റൊക്കെ വരുന്നത് ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് HR റിക്രൂട്ടർ എന്ന് പറയുന്നൊരു വാക്കൻസിലോട്ടാണ്. പിന്നെ വരുന്നത് ജൂനിയർ HR എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലോട്ടാണ് അടുത്തൊരു വാക്കൻസി വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ്, ഇപ്പോൾ ഞാൻ 3 കേട്ടോ പറഞ്ഞിട്ടുള്ളത്, 3 പോസ്റ്റാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് US HR എക്സിക്യൂട്ടീവിൻ്റെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ HR മാനേജറിൻ്റെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹെഡ് ഓഫ് HR ഒരു വാക്കൻസി വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു ഇൻഫോ പാർക്കിനകത്ത് വരുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, HR മാനേജറിൻ്റെ ഒരു പോസ്റ്റും കൂടി ഉണ്ട്, വേറൊരു മാനേജറിൻ്റെ പോസ്റ്റുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 മാനേജർ പോസ്റ്റ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ HR മാനേജർ ആണെന്നുണ്ടെങ്കിൽ HR മാനേജർ ഒരു ഐഫൺ ഇൻഫോ പാർക്ക് ഏത് ലൊക്കേഷനാണോ അതും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ മിക്സപ്പായി കിടക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും വാക്കൻസീസ് ആണ് നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വരുന്നത്. ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടെക്നോ പാർക്കിൽ വരുന്ന വാക്കൻസീസ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ. ഓക്കെ, ടെക്നോ പാർക്കിൽ നമ്മുടെ ഫ്രഷറുടെ വാക്കൻസീസും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ടെക്നോ പാർക്കിലെ വാക്കൻസിയാണ് ഗൈസ്. HR മാനേജറിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്, HR ഫ്രഷറിൻ്റെ വാക്കൻസി വരുന്നുണ്ട്, HR ട്രെയിനിയുടെ വാക്കൻസി വരുന്നുണ്ട്, HR അസിസ്റ്റൻറ്റിൻ്റെ വാക്കൻസി വരുന്നുണ്ട്, ജൂനിയർ HR റിക്രൂട്ടറിൻ്റെ വാക്കൻസി വരുന്നുണ്ട്, HR എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാക്കൻസീസ് ആണ് നമ്മുടെ ടെക്നോ പാർക്കിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് HR എക്സിക്യൂട്ടീവ്, ജൂനിയർ HR റിക്രൂട്ടറിൻ്റെ ഒരു പോസ്റ്റും, അതുപോലെ തന്നെ HR മാനേജർ, HR ഫ്രഷർ, HR ട്രെയിനി, HR അസിസ്റ്റൻറ്റ്, ഇതാണ് നമ്മുടെ ടെക്നോ പാർക്കിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ ജൂനിയർ HR എക്സിക്യൂട്ടീവ് പിന്നെന്താ HR റിക്രൂട്ടറിൻ്റെ ഒക്കെ വാക്കൻസി നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ഒന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ സബ് ചെയ്ത് ഇരിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ